രാഹുൽ ഈശ്വർ, ഇപ്പോൾ SITയുടെ അന്വേഷണം ദേവസ്വം ബോർഡിലേക്ക് എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണല്ലോ. അതിൽ പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുമ്പോൾ എൻ വാസു അറസ്റ്റിലായിരിക്കുന്നു, പത്മകുമാറിനെ വിളിപ്പിക്കുന്നു. ഇനിയും മുകളിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഈ അന്വേഷണം എത്ര ഗൗരവത്തിൽ കാണുന്നു രാഹുൽ? നിധിജി, ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം, അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചോളം ഇത് ഒരേ സമയം വളരെ വിഷമകരവും എന്നാൽ ആശ്വാസകരവുമാണ്. അതായത് വാസു സാറിനെ പോലൊരു വ്യക്തി, വാസു സാറിനെ എന്നും വാസു സാറെന്നാണ് ഇന്നലെയും വിളിച്ചിരുന്നത്, ഇന്നും അങ്ങനെയായിരിക്കും, നാളെ അങ്ങനെയായിരിക്കും. വാസു സാറിനെ പോലൊരു വ്യക്തി ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കെടുത്തു എന്നറിയുന്നത് വളരെ വേദനാജനകവും വിഷമകരവുമാണ്. കാര്യം ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരുപാട് തെളിവുകളുണ്ട്. ഹൈക്കോടതി അടക്കം ചൂണ്ടിക്കാണിച്ച പല കാര്യങ്ങളും. ഞാൻ വിധേയൻ എന്ന വാക്ക് വാസു സാറിനെ ഉപയോഗിച്ച് ഒരു കാരണവശാലും ഉപയോഗിക്കില്ല. പക്ഷേ നമുക്കെല്ലാം അറിയുന്നത് പോലെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ സാർ ഞങ്ങൾ വിശ്വാസികളെ ഒരു വശത്തും മറുവശത്തും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ശ്രീ പിണറായി വിജയൻ അവർ നമ്മുടെ മുഖ്യമന്ത്രി പ്രത്യേക ദൂതനായി ഡൽഹിയിലേക്ക് അയച്ച ആള് വാസു സാറാണ്. എന്നിട്ട് വാസു സാറ് സുപ്രീം കോടതിയിലെത്തി ദേവസ്വം ബോർഡ് അഫിഡവിറ്റിൽ എഴുതാത്ത വാദങ്ങൾ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകനെ കൊണ്ട് ശബരിമലക്കെതിരെ അയ്യപ്പനെതിരെ വാദിപ്പിച്ചു. അതായത് അങ്ങനെങ്കിലും കേസ് തോറ്റുപോണെങ്കിൽ തോറ്റോട്ടെ എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം വാദിപ്പിച്ചു. NSSന്റെയും ഞങ്ങളുടെയും ഹിന്ദു പ്രസ്ഥാനങ്ങളുടെയും എല്ലാം അഡ്വക്കേറ്റ്സ് ഉള്ളതുകൊണ്ടാണ് അയ്യപ്പൻ എന്ന നൈഷ്ഠിക ബ്രഹ്മചര്യം അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് റേസ് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പൊ ഇതൊക്കെ സത്യമാണ് നമ്മൾ മറക്കരുത്. അവിടെയാണ് ഗോപൻ സഖാവിനോട് ഏക റിക്വസ്റ്റ്. മുഖ്യമന്ത്രി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം അതിനെ അഭിനന്ദിക്കുന്നതാണ്. ഉദാഹരണം, അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ സ്ട്രോക്കാണ്, ശ്രീ പിണറായി വിജയന്റെ മാസ്റ്റർ സ്ട്രോക്കാണ് ജയകുമാർ സാറിനെ പോലെ എല്ലാവർക്കും സ്വീകാരനായ, ശബരിമലയെക്കുറിച്ച് ആഴത്തിൽ പരിചയമുള്ള, സാത്വികനായ, കലാകാരനായ, നോൺ പൊളിറ്റിക്കലായ ഒരു വ്യക്തിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് വലിയൊരു സ്റ്റെപ്പാണ്. അദ്ദേഹം നമ്മുടെ അയ്യപ്പ സംഗമത്തിൽ വന്ന് അയ്യപ്പൻ വാവർ വെളുത്ത എന്ന് പറയുന്ന ഒരു കാര്യം, അത് പല ആൾക്കാരും ഇതുവരെ പറയാത്തൊരു കാര്യമാണ്. അയ്യപ്പനും വാവരും വെളുത്തയും, വെളുത്ത ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ളതാണ്, വാവര് മുസ്ലിം പശ്ചാത്തലമുള്ളതാണ്, അയ്യപ്പൻ ഹിന്ദു പശ്ചാത്തലമുള്ളതാണ്. ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് മുഖ്യമന്ത്രി പറയുന്ന നല്ല കാര്യങ്ങളാണ്, പോസിറ്റീവാണ്, അഭിനന്ദിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ ശബരിമലയിൽ നടന്ന ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ള, ഇന്ന് കൊള്ളാന്ന് മാധ്യമങ്ങളല്ല പറയുന്നത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ ഹേസ്റ്റ് ആൻഡ് പ്ലണ്ടർ എന്ന വാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് കൊള്ളയും കവർച്ചയും ശബരിമലയിൽ നടന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഗോവിന്ദ മാസ്റ്റർ എനിക്ക് വ്യക്തിപരമായ ആദരവാണ്. ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് ശബരിമലയിലെ ഒരു തരി സ്വർണം പോകാൻ അനുവദിക്കില്ല എന്നാണ്. ഓൾറെഡി പോയി കഴിഞ്ഞു. അതായത് ശബരിമലയിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ്. എനിക്കത് പറയാൻ മനസ്സിൽ വേദനയോടുകൂടിയാണ് പറയുന്നത്. ശബരിമലയിൽ ഇരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, വാതിൽ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ 1.5 കിലോഗ്രാം തനി തങ്കത്തിൽ പൊതിഞ്ഞിരുന്ന വിജയമല്യ തന്ന ഒറിജിനൽ സാധനം ഇപ്പൊ ശബരിമലയിൽ ഇല്ല. 2.5 കിലോഗ്രാം വാതിലിൽ പൊതിഞ്ഞിരുന്ന സാധനം ഇപ്പോൾ ശബരിമലയിൽ ഇല്ല. പകരം പൂശാണ്, 360-400 ഗ്രാം പൂശിയ സാധനമാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇത് നമ്മൾ അനുമാനിച്ചെടുക്കുന്നൊന്നുമല്ല, കോടതി എഴുതി വെച്ചിരിക്കുന്ന വ്യക്തമായ കാര്യങ്ങളാണ്. ഇനിയും അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വരാനുമുണ്ട്. അവിടെയാണ് എനിക്ക് വാസു സാറിനോടും, ഒരുപക്ഷെ ഇനി പത്മകുമാർ സാറിലേക്ക് എത്തുമോ അറിയില്ല, പത്മകുമാർ സാർ കുറച്ചുകൂടെ വ്യക്തിപരമായ അടുപ്പവും ഇഷ്ടമുള്ള ആളാണ്. ഇവർക്ക് ഇത്തരം കാര്യങ്ങളിൽ പങ്കുണ്ടെങ്കിൽ കം ക്ലീൻ എന്നോ അല്ലെങ്കിൽ അവരത് തുറന്നു പറയണമെന്നോ ഇത്തരം കാര്യങ്ങൾ ഏൽക്കാൻ തയ്യാറാകണം. എന്തായാലും ഇലക്ഷൻ സമയമാണ്, പാർട്ടിയോ രാഷ്ട്രീയ സംവിധാനങ്ങളോ അവരെ രക്ഷിക്കില്ല. ഹൈക്കോടതി അതിശക്തമായ രീതിയിൽ കേസിൽ മുമ്പോട്ട് പോവുകയാണ്. അടുത്തൊരു 3-4 മാസങ്ങൾക്കുള്ളിൽ നല്ല രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ഇവർക്ക് ഈ സമയമെങ്കിലും, കാര്യം വിശ്വാസികളെ അടക്കം അയ്യപ്പനെ അടക്കം വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ളതൊരു പച്ച പരമാർത്ഥമാണ്. ഇനി അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും അത് തുറന്നു പറയാൻ ഉള്ളൊരു ആർജവം അവർ കാണിക്കണം. ഒളിച്ചു കളിക്കുന്നതിൽ യാതൊരു അർത്ഥവും എന്ന് അവർ ഇപ്പോഴെങ്കിലും തിരിച്ചറിയണം. വാസു സാറിനെ കുറിച്ച് ഓരോ ഓർമ്മ കൂടെ പങ്കുവെച്ചോട്ടെ. ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ മുത്തശ്ശിയും അമ്മയും പിന്നീട് പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും എന്നെയും ഒക്കെയാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവർ മുതിർന്നവരായതുകൊണ്ട് തന്നെ അവരെ വിടുകയും ഞങ്ങളെ അടക്കം എൻ്റെ കൂടെ 7 പേരെ കൊട്ടാരക്കര ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. വാസു സാറ് കൂടി ഉൾപ്പെട്ട അല്ലെങ്കിൽ ഒരു നീക്കത്തിലാണ് അത് ചെയ്തത്. ഇന്ന് അതേ വാസു സാറിനെ കൊട്ടാരക്കര ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ കാലത്തിന്റെ കാവ്യനീതിയാണ്. മാത്രമല്ല, ആദ്യത്തെ ശബരിമല പ്രക്ഷോഭത്തിന്റെ ആദ്യ പരിപാടി തിരുവനന്തപുരത്തെ OTC ഹനുമാൻ അമ്പലത്തിൽ വെച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങളെ അവിടെ ചെന്നപ്പം വാസു സാറാണ് വിളിച്ച് കേട്ടേണ്ടത്. പക്ഷേ രാഹുൽ ഈശ്വർ, അങ്ങ് ഇതൊക്കെ പറയുമ്പോഴും സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആ വിധി നടപ്പാക്കുകയാണ് അന്ന് പിണറായി സർക്കാർ ചെയ്തത്. പിന്നീട് അതിലെ നിലപാടൊക്കെ മാറ്റിയെങ്കിലും അങ്ങൊരു വിശ്വാസിയുടെ ഭാഗത്തുനിന്ന് പറയുന്നു. പക്ഷേ ഇത് പിണറായി വിജയൻ നേരിട്ട് നടപ്പാക്കിയ ഒരു കാര്യമായിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ലല്ലോ. അല്ല, 2 കാര്യങ്ങളാണ്. ശ്രീ പിണറായി വിജയൻ അവർ തീർച്ചയായും സുപ്രീം കോടതിയുടെ വിധിയുണ്ട്, അതിനെ ബഹുമാനിക്കണം. പക്ഷേ കനകദുർഗയും ബിന്ദു അമ്മണിയും ഒക്കെ കോട്ടയം കേന്ദ്രീകരിച്ചുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയത് മുഖ്യമന്ത്രിയും കൂടെ അറിഞ്ഞുവേണ്ടയും താല്പര്യത്തിന്റെയും ബേസിലല്ലേ? പാർട്ടിയിൽ തന്നെ ഞങ്ങൾ രണ്ട് വിഷയങ്ങൾ തമ്മിൽ എന്ത് ബന്ധം രാഹുൽ ഈശ്വർ? അവിടുത്തെ സ്വർണ്ണക്കൊള്ള എന്നത് അതിലും ഗുരുതരമായ
നിങ്ങൾ ഇല്ലെന്ന് ആരും കൽപ്പിക്കുന്നത് പറയുന്നില്ല. ഗുരുതരമായ വിഷയമാണല്ലോ. അയ്യോ, സംശയമില്ല. അല്ലല്ല, ഒരു രണ്ട് കാര്യങ്ങളാണ് ഇത്, രണ്ടും ഗുരുതരമാണ്. ഞാൻ പറഞ്ഞുകൊണ്ട്, അതായത് നേരത്തെ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അന്നു മുതലേ പറയുന്നതാണ്, ഈ CPM പാർട്ടിയിലെ പലരോടും പറഞ്ഞാണ്, ഗോവൻ സഖാവ് ഇരുന്നൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞതാണ്, അത് ജസ്റ്റിസ് ദീപക് മിശ്ര അടക്കം നടത്തിയ മാനിപ്പുലേഷൻ ആണെന്ന് മനസ്സിലാക്കാൻ CPM-കാർക്ക് കഴിഞ്ഞില്ല. അത് മറ്റൊരു വിഷയം. അപ്പോൾ വിശ്വാസികൾക്ക് വിശ്വാസവും പ്രധാനമാണ്, അയ്യപ്പന്റെ സ്വർണവും പ്രധാനമാണ്. അവിടെയാണ് ഇതൊരു സ്വർണ്ണക്കൊള്ള മാത്രമല്ല. നമ്മളൊരു ബാങ്കിൽ നിന്നോ ജുവലറിയിൽ നിന്നോ സ്വർണ്ണം എടുത്തുകൊണ്ട് പോകുന്ന പോലെ അല്ല ഒരു അമ്പലത്തിൽ നിന്നോ പള്ളിയിൽ നിന്നോ സ്വർണ്ണം എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ ഈശ്വർ അങ്ങനെ സ്വർണം എടുത്തുകൊണ്ട് പോകുമ്പോൾ അങ്ങ് പറയുന്ന പോലെ ദേവസ്വം ബോർഡിന് അവിടെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവർക്ക് മാത്രമാണോ ഉത്തരവാദിത്തം? അവിടെ ശബരിമലയുടെ ഉത്തരവാദിത്തം തന്ത്രിക്കും എത്രത്തോളം ഉത്തരവാദിത്തമുണ്ട്? അങ്ങനെയല്ല. ഞാൻ കൃത്യമായിട്ട് പറയാം. അതായത് മൂന്ന് രീതിയിലുള്ള അധികാര കേന്ദ്രങ്ങളാണ് ഉള്ളത്. ആചാര പൂജാ കാര്യങ്ങളിൽ തന്ത്രിയാണ് അവസാന വാക്ക്. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ, സെക്കുലർ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ദേവസ്വം ബോർഡാണ്. കേരള പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയാണ് പല കാര്യങ്ങളിലും ശബരിമലയിൽ നിയമപരമായിട്ടും ഓഡിറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതിക്ക് ഒരു പ്രാധാന്യപ്പെട്ട റോളുണ്ട്. അതായത് തന്ത്രിക്ക് പൂജ, ആചാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ നിർണ്ണയിക്കാൻ അധികാരമുള്ളൂ. തന്ത്രിക്ക് ഒരു പൂ വേണമെങ്കിലും പൂ മേടിക്കാൻ പറയാനേ പറ്റൂ. ഈ പൂ മേടിക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡിനാണ് ഉത്തരവാദിത്തം. CPM-വുമായി ബന്ധപ്പെട്ട പല ആൾക്കാരും തന്ത്രിയെയും മേൽശാന്തിയും ഒക്കെ ഇതിലേക്ക് വലിച്ചഴക്കുന്നത് ഫോക്കസ് തെറ്റിക്കാനാണ്. ഒറ്റ വരി പറഞ്ഞ് അവസാനിപ്പിക്കുക. യഥാർത്ഥത്തിൽ ശബരിമലയിൽ നടന്നത് റോബറി ബൈ പോളിസിയാണ്, അല്ലെങ്കിൽ തെഫ്റ്റ് ബൈ പോളിസിയാണ്. നയപരമായൊരു തീരുമാനമെടുത്ത് കൊള്ള നടത്തിയതാണ്. അതായത് ശബരിമലയിൽ തനി തങ്കത്തിൽ പൊതിഞ്ഞ കാര്യങ്ങൾ സ്വർണം പൂശിയതാക്കി മാറ്റാൻ ഒരു നയപരമായ പോളിസി ഡിസിഷൻ എടുത്തു. അതായത് കിലോ കണക്കിൽ സ്വർണം അവിടെയുണ്ട്. സ്വർണം പൂശിയാൽ 300-400 ഗ്രാമേ ആകൂ. നമുക്ക് കണ്ട വ്യത്യാസം മനസ്സിലാവില്ല. 5 വർഷത്തോളം ആർക്കും മനസ്സിലായില്ലല്ലോ. ഈ വ്യത്യാസം മനസ്സിലാവില്ല എന്ന് തിരിച്ചറിഞ്ഞ ദേവസ്വം ഉദ്യോഗസ്ഥരോ ദേവസ്വം ബോർഡോ ദേവസ്വം അധികാരികളോ ആ സ്വർണം പൊതിഞ്ഞ കാര്യങ്ങൾ എടുത്തു മാറ്റി സ്വർണം പൂശി. ഇനിയും ആ സ്വർണം പൊതിഞ്ഞ കാര്യങ്ങൾ മുറിച്ചു വിറ്റോ മറിച്ചു വിറ്റോ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. അതായത് വിശ്വാസ മൂല്യം, ഡിവൈൻ വാല്യൂ വെച്ച്, ഡിവോഷണൽ വാല്യൂ വെച്ച് കോടിക്കണക്കിന് രൂപയ്ക്ക് ഏതെങ്കിലും ആന്ധ്ര, കർണാടക ബേസ് ചെയ്തവർക്ക് വിറ്റോ, അതോ സ്വർണം മാത്രമായി വിറ്റോ എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു സാധാരണ മോശമല്ല. രാഹുൽ ഈശ്വർ, ഒരു കാര്യം, തന്ത്രിക്ക് അവിടെ പൂജ ചെയ്യുന്നതിൽ മാത്രമേ റോൾ ഉള്ളൂ എന്ന് അങ്ങ് പറയുമ്പോൾ അങ്ങനെയാണോ യഥാർത്ഥത്തിൽ ഈ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയ സംഭവം അത് നന്നാക്കട്ടെ എന്ന ഒരു കാര്യം തന്ത്രിയോടും ചോദിക്കുന്നുണ്ട്. തന്ത്രി അതിൽ കുഴപ്പങ്ങളുടെ നേരെയാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്ത്രിയോട് ചോദിച്ചിട്ടാണ് ആ കാര്യം ചെയ്യുന്നത്. മറ്റൊന്ന് പല സംസ്ഥാനങ്ങളിലും പൂജകൾക്കായി തന്ത്രി കുടുംബത്തിലെ പലരും പോകുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ഇത് സ്വർണം വിറ്റു എന്ന് പറയുന്നിടത്തേക്കൊക്കെ ഈ പൂജകൾക്കായി പോയ കഥകളുമുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ അതൊക്കെ സത്യമാണ്. അല്ല, അതിനെ അത്ഭുതപ്പെടുത്തു കൊടുക്കുന്നത് എന്തിനാ? ബ്രഹ്മശ്രീ കണ്ഠര് രാജീവരടക്കം തനിക്കൊരു ലെറ്റർ തന്നു, അതിന്റെ ഭാഗമായ ഒരു മറുപടി കൊടുത്തു. അതായത് ദേവസ്വം ബോർഡുകാര് ഇത് മാറ്റണം എന്ന് പറഞ്ഞ് തന്ത്രിയോട് അനുമതി ചോദിച്ചു. ഇപ്പൊ SIT-കാർ അനുമതി ചോദിച്ചിട്ടുണ്ട്. തന്ത്രി അനുമതി കൊടുക്കുക എന്നുള്ളൊരു പ്രൊസീജിയറൽ കാര്യം മാത്രമാണ്. തന്ത്രിക്കോ മേൽശാന്തിക്കോ പൂജ ചെയ്യുന്ന ആർക്കോ ഇതിൽ ഉത്തരവാദിത്തമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ദേവസ്വം ബോർഡിന്റെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമല്ലേ? ഞാൻ പെട്ടെന്നൊരു മനസ്സിലാവുന്ന ഉദാഹരണം പറയാം. സ്മൃതിജിയുടെയോ എന്റെയോ വീട്ടിൽ നിന്ന് 10 പവൻ സ്വർണം പണിക്കെടുത്തതുകൊണ്ട് ഒരാൾ കൊണ്ടുപോയി നിരിക്കട്ടെ. 39 ദിവസത്തിന് ശേഷവും അത് പണിക്കാരന്റെ എത്തിയില്ലെങ്കിൽ ഞാനോ സ്മൃതിജിയോ വിളിച്ചു ചോദിക്കൂലേ? ദേവസ്വം ബോർഡ് വിളിച്ചു ചോദിക്കൂല. കാര്യം ദേവസ്വം ബോർഡിന് അറിയാം ആ സമയത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനുള്ള സമയമാണ്, വെച്ച് കാശ് ഉണ്ടാക്കാനുള്ള സമയമാണ്. ജൂലൈ 19-ന് 20-ന് എടുത്ത സ്വർണം പതിച്ച ചെമ്പ് പാളികൾ ഓഗസ്റ്റ് 29-നാണ് ചെന്നൈയിൽ എത്തിയത്. അതായത് ഉണ്ണികൃഷ്ണനും അയാളുടെ കൂട്ടാളിയും ശബരിമലയിൽ നിന്ന് നടന്നെങ്കിൽ ചെന്നൈയിൽ അതിനു മുമ്പ് എത്തുമായിരുന്നു. ഈ 39 ദിവസത്തെ ഗ്യാപ്പ് എന്തിനു വേണ്ടിയാണ്? ആ ഗ്യാപ്പ് വ്യാജ റെപ്ലിക്കകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അതിൽ സ്വർണം പൂശി കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതൊരു പോളിസി ഡിസിഷനാണ്. യഥാർത്ഥത്തിൽ ആ സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് മാറ്റിയത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പോളിസി ഡിസിഷനാണ്. അതുകൊണ്ട് കൂടിയാണ് വാസുസാറിനെ അടക്കം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അറിഞ്ഞുകൊണ്ടുള്ള ഒരു നയപരമായ തീരുമാനമാണ്. എന്നിട്ട് എല്ലാവരോടും പറയാം നമ്മൾ ഇതൊന്ന് മാറ്റാൻ റെഡിയാക്കിയിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും ഇതിൽ ഒപ്പിട്ടോ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പോളിസി ഡിസിഷനാണ്. നമ്മളത് കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. വാസുസാറിനോട് ഒരു ബഹുമാനക്കുറവില്ല, വാസുസാറിനെ ബഹുമാനമുണ്ട്. പക്ഷെ അദ്ദേഹത്തെ പോലൊരു വ്യക്തി ഇത്തരം കള്ളത്തരത്തിൽ കൂട്ടുനിന്നത്, അദ്ദേഹം എന്താ പറയണേ, ഇത്രയും മുതിർന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം വീണ്ടും പുനർചിന്തിക്കണം, കുറ്റം ഏറ്റു പറയണം. എന്തായാലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അങ്ങ് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സർക്കാരിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച ആൾ എൻ വാസു, അത് യുവതി പ്രവേശന കാര്യത്തിലാണ് അങ്ങ് ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പത്മകുമാറിലേക്ക് എത്തുന്നുണ്ട്. പത്മകുമാറിന്റെ കാലത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ കിട്ടുന്നത്. ചെയ്തേ പറ്റൂ, സംശയമൊന്നുമില്ല. പത്മകുമാർ സാറിനോട് വ്യക്തിപരമായ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങളെ ശബരിമല പ്രക്ഷോഭത്തിന് സഹായിച്ച വ്യക്തിയാണ്. ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ്. വലിയൊരു കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. വ്യക്തിപരമായ അത്ര ഇഷ്ടവും അടുപ്പമുള്ള
ഉറപ്പാണ്. പത്മകുമാർ സാറിന് അങ്ങനെ ചോദ്യം ചെയ്യലോ അറസ്റ്റ് വന്നാൽ മനസ്സ് വിഷമിക്കുകയുള്ളൂ. പക്ഷെ അയ്യപ്പനേക്കാൾ വലുതല്ലല്ലോ ഇവർ. സ്വാമി അയ്യപ്പനേക്കാൾ വലുതല്ലല്ലോ. അയ്യപ്പന്റെ ബന്ധത്തിലാണ് ഇവരുമായിട്ടെല്ലാം നമ്മൾ ബന്ധപ്പെടുന്നതോ സൗഹൃദം വരുന്നതോ എല്ലാം. അപ്പൊ അയ്യപ്പനേക്കാൾ വലുതല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ വളരെ ആദരവോടെ കണ്ടിരുന്ന പല ആൾക്കാരും, ഇപ്പൊ വാസു സാർ ആദ്യമേ എതിരായിരുന്നു, എന്നാൽ പോലും വാസു സാർ ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കില്ല. അല്ലെങ്കിൽ പത്മകുമാർ സാർ ചെയ്തില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പത്മകുമാർ സാർ അടക്കമുള്ളവർ ഇതിലേക്ക് വരുമ്പോ ഏറ്റവും വേദനയോടാണ്, ഈ വെളിയിൽ നിൽക്കുന്നവരല്ല, ഇതിനെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ളവർ വേദനയോടെ കാണാൻ പറ്റൂ. ശരി, ഞാൻ സന്ദീപിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.